ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. കമ്പനി ലൈനറുണ്ട് കിടക്കണം. നമുക്ക് അത്യാവശ്യം നല്ല ലൈനറാണ്. ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ചെയിനൊക്കെ ചെറിയൊരു ലൂസുണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും എയർ ഫിൽറ്റർ മാറ്റേണ്ടി വരും. ഇപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം എഞ്ചിൻ ഓയിൽ അഴിച്ചിടുന്ന സമയത്ത് നമുക്ക് ഓയിൽ ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓയിൽ ലെവൽ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ വളരെ ലോ ആയിട്ടാണ് കാണുന്നത്. നമുക്കിപ്പോൾ മൈന്യൂട്ടായിട്ട് ഓയിൽ എന്തെങ്കിലും രീതിയിൽ ചിലവുണ്ടോ, ഇനി അതല്ലെങ്കിൽ ഓയിൽ കത്തിപ്പോണതാണോ, ഇനി ഓയിൽ മാറ്റാൻ വൈകിട്ട് ഓടി കുറഞ്ഞേക്കണതാണോ എന്നുള്ള ദിവസം നോക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഓയിൽ മാറ്റി കഴിഞ്ഞാൽ 3000 കിലോമീറ്ററാണ് നെക്സ്റ്റ് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം വന്നത്. അപ്പോൾ അതിനുള്ളിൽ ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളതൊന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ കയറ്റിയിട്ട് എഞ്ചിൻ ഓയിലൊന്ന് ലെവൽ നോക്കണം, എത്രത്തോളം കുറഞ്ഞു പോകേണ്ടെന്നുള്ള ദിവസം ഒന്ന് മോണിറ്റർ ചെയ്യണം. അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് നോക്കി അതനുസരിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് അല്ലെങ്കിൽ നമുക്ക് മേജർ കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ടയറിൻ്റെ ഭാഗം ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യമുണ്ട്. ബ്രേക്ക് പാഡിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഴിച്ച് ക്ലിയർ ചെയ്തതാണ്. എങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ്. പാഡൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പ്ലേറ്റൊക്കെ പുതിയ പ്ലേറ്റാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗും ഈ പറഞ്ഞ രീതിയുടെ അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് പ്ലഗും കൂടി മാറ്റേണ്ടി വരും കേട്ടോ. അത് രണ്ടും ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 2022 മോഡൽ ആംറോണിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വണ്ടിമേ ഇരിക്കണേ. നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.92 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചത്. വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് നിലവിൽ മേജറായിട്ടുള്ള വേറെ കംപ്ലയിൻറ്റുകളൊന്നുമില്ല. ജനറലായിട്ടുള്ള പീരിയോഡിക് സർവീസ് മാത്രമാണ്. അതിനകത്ത് നമുക്കൊരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞേക്കുന്നതാണ്. ഓയിൽ ലെവൽ കുറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടാൻ പാടില്ല. നമുക്കൊരു 600 മില്ലി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓയിൽ പമ്പിങ് കുറയും. അതേപോലെ തന്നെ എഞ്ചിൻ പെട്ടെന്ന് ചൂടാവും. അതിനോടനുബന്ധിച്ച് വരുന്ന ക്യാം ഷാഫ്റ്റ്, ക്രാങ്ക് ഷാഫ്റ്റ്, അതിനോടനുബന്ധിച്ച് വന്ന ബെയറിങ്ങുകളൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നമുക്കൊരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ കുറയുന്നില്ല എന്നുള്ള ദിവസം ഒന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഒരുപക്ഷെ കുറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം കുറയുന്നുണ്ട്, എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കേസാണോ, അതൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് എപ്പോഴെങ്കിലും വൈകിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് അടുത്ത ദിവസമുള്ളൂ ഒന്ന് ചെക്ക് ചെയ്യാം, എത്ര കുറഞ്ഞു കൊണ്ടുവന്ന ദിവസം നോക്കാം. കൂടുതലായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട വർക്കുകളുണ്ടെങ്കിൽ നമുക്ക് അതിനോടനുബന്ധിച്ച് കൈയോടെ ചെയ്തു പോകേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓയിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വണ്ടി എൻജിൻ ഭാഗം മേജർ കംപ്ലയിൻറ്റിലേക്ക് പോകാനായിട്ട് അതൊരു കാരണമാവും. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടോ. നിലവിലിപ്പോൾ നമ്മൾ 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തുള്ള കാർബണോ അല്ലെങ്കിൽ റിങ്സിൻ്റെ എന്തെങ്കിലും പ്രോബ്ലമോ പിസ്റ്റണോ സിലിണ്ടർ എന്തെങ്കിലും പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും വന്നുകൂടായില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് നമ്മളതിൻ്റെ ആ ഒരു മാസം കഴിഞ്ഞ് ചെയ്യണേഴ്സ് പറഞ്ഞത്. അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. കാരണം നമുക്ക് നെക്സ്റ്റ് സർവീസ് വരെ ഓടിച്ചുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റില്ല ഏകദേശം ഇത്ര ഓയിൽ ഇപ്പോൾ കുറഞ്ഞ സ്വാഭാവികമായിട്ടും അടുത്ത സർവീസ് വരെ നമ്മൾ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ അതൊന്ന് ഗൗരവത്തിൽ തന്നെ എടുക്കുക. അതനുസരിച്ച് നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഏതാണ് ഫസ്റ്റ് വന്ന് അപ്പോൾ ഒന്ന് കയറാം, നമുക്കതൊന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നമുക്കിപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.